ഹായ് ഫ്രണ്ട്സ്, മൗനരാഗത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പ്രകാശൻ ഇങ്ങനെ കിടക്കുവാണ് കേട്ടോ. ഓരോന്ന് ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ കിടക്കുമ്പോൾ നമ്മുടെ ലക്ഷ്മിയമ്മ ചായയായിട്ട് വരുവാണ്. പ്രകാശ് ചേട്ടാ അതേ ചായ എന്ന് പറയുവാണ്. പ്രകാശൻ എഴുന്നേറ്റിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കപ്പിൽ ചായ അങ്ങ് കൊടുക്കുമ്പോൾ പ്രകാശൻ ഓർക്കുകയാണ് കേട്ടോ, പണ്ട് ദീപ ഇങ്ങനെ പ്രകാശൻ മീശയൊക്കെ വെട്ടി നിൽക്കുന്ന സമയത്തേക്ക് ദീപ ചായയും കൊണ്ട് വരുവാണ്ടായിരുന്നു. പ്രകാശ് ചേട്ടാ ചായ എന്ന് പറയുമ്പോൾ ചായ മേടിച്ചിട്ട് വായിൽ നിന്ന് തുപ്പിക്കളഞ്ഞിട്ട് ബാക്കിയുള്ള ചായ ആ കപ്പോടെ തന്നെ മുഖത്തോട്ട് ഒഴിക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ദീപ ഇങ്ങനെ പൊള്ളുമ്പോൾ പ്രകാശം പറയും, ഒരു ചൂടും ഇല്ല, ഒരു മധുരവും ഇല്ല, പിന്നെ നിൻ്റെ മോളുടെ മുമ്പിലെങ്ങാനും എൻ്റെ മോനെ താഴ്ത്തി കിട്ടാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഞാൻ നിന്നെ പരലോകത്തേക്ക് അയക്കും എന്നൊക്കെ പറയുവാണ് കേട്ടോ. അപ്പോൾ അതിങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടോ. അപ്പോൾ ലക്ഷ്മിയമ്മ ചോദിക്കുകയാണ്, എന്താ പ്രകാശേട്ടാ ചിന്തിക്കുകയെന്ന് പറയുമ്പോൾ, ഞാൻ കുറച്ച് പഴയ കാര്യങ്ങളൊക്കെ ചിന്തിക്കുമായിരുന്നു. ഞാൻ നല്ലൊരു മനുഷ്യനല്ല, പക്ഷേ കുറച്ച് കാലം നന്നായിട്ട് ദീപയോടൊപ്പം ജീവിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പോൾ ലക്ഷ്മിയമ്മ പറയുക, ഇനിയിപ്പോൾ അതിനെപ്പറ്റിയൊന്നും ചിന്തിക്കേണ്ട പ്രകാശേട്ടാ, ചിന്തിച്ചിട്ടും വലിയ കാര്യമൊന്നും ഇല്ലല്ലോ എന്ന് പറയുകയാണേ. പ്രകാശൻ ലക്ഷ്മിയോട് പറയണേ, അത് ഞാനുള്ളപ്പോൾ സമയത്തല്ലേ അവൾക്ക് കുത്തേറ്റത്, ഒട്ടും ആരോഗ്യമില്ലാത്ത എനിക്ക് കുത്തേറ്റതല്ലേ, പക്ഷേ ഞാൻ രക്ഷപ്പെട്ടില്ലേ, ഇത്ര ആരോഗ്യമുള്ള അവൾ എന്തുകൊണ്ട് രക്ഷപ്പെട്ടില്ല എന്നിട്ട് പ്രകാശൻ ഇങ്ങനെ വിഷമിക്കുകയാണ് കേട്ടോ അത് പറഞ്ഞ്. അപ്പോൾ ലക്ഷ്മി പറയണേ, അതെ പ്രകാശേട്ടനെ കുത്തിയത് ഗംഗ അയച്ച ഗുണ്ടകളാണ്, പക്ഷേ ഇന്ന് ദീപയെ കുത്തിയത് ഗംഗ തന്നെയാണ്. അതാണ് പ്രകാശേട്ട അത് തമ്മിലുള്ള വ്യത്യാസം. കുത്താൻ വന്നതാണ്, അതിനിടയിലേക്ക് ദീപ എങ്ങനെ വന്നതെന്നാണ് മനസ്സിലാവാത്തത്. എനിക്കതിൽ ഭയങ്കര സങ്കടമുണ്ട്. ഞാൻ മരിക്കേണ്ടായിരുന്നു, ഞങ്ങൾ വന്നതുകൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചതെന്ന് പറഞ്ഞിട്ട് ലക്ഷ്മിയും കരയുവാണ്. മോളെന്തേ കല്യാണി, അവൾ വല്ലതും കഴിച്ചോ? അപ്പോൾ ലക്ഷ്മിയമ്മ പറയാം, അവളെ കിടക്കുമായിരുന്നു, ഇപ്പോൾ എണീറ്റു, അവളാ പറഞ്ഞ അച്ഛനെ ചെന്ന് ആശ്വസിപ്പിക്കാനെന്ന് ലക്ഷ്മിയമ്മ പറയുവാണേ. പ്രകാശൻ ചോദിക്കുക, കിരൺമോൻ എന്തെങ്കിലും ചോദിക്കുമ്പോൾ ലക്ഷ്മി പറയും, കിരൺമോൻ പുറത്തുണ്ട്, പക്ഷേ കല്യാണം അടുത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് ആകെ വിഷമത്തിലാണ്, ഇന്നലെ രാത്രി ഒരു തുള്ളി കല്യാണം ഉറങ്ങിയിട്ടില്ലെന്നാണ് മോൻ പറഞ്ഞതെന്ന് പറയുവാണേ. കല്യാണി മോൾക്ക് ഉറക്കം ഉണ്ടാകില്ലടി, കാരണം കല്യാണി മോള് ദീപ എന്ന് പറയുന്ന ആരാന്നറിയാവോ, കാണപ്പെട്ട ദൈവമാണ്, ഒരിക്കലും അമ്മയല്ലായിരുന്നു, കാണപ്പെട്ട ദൈവമായിരുന്നു എന്ന് പറഞ്ഞ് പ്രകാശം കരയുവാണേ. അസുഖമെന്നാണ് പോയിരുന്നെങ്കിൽ ദീപയ്ക്ക് എൻ്റെ മോള് സമാധാനിച്ചേനായിരുന്നു, പക്ഷേ എല്ലാവരും സന്തോഷിച്ചിരിക്കുന്ന സമയത്തേക്ക് ഇങ്ങനെ പോയതുകൊണ്ട് ആ സങ്കടം ഒരിക്കലും കല്യാണിക്ക് മാറില്ല എന്ന് പ്രകാശം പറയുവാണ്. പിന്നീട് കാണിക്കുന്നത് കടൽ തീരെയാണ് കേട്ടോ. അതിപ്പോൾ ആ സമയത്ത് കല്യാണി ചടങ്ങുകൾ ചെയ്യുകയാണ് കേട്ടോ, അമ്മയുടെ ചടങ്ങുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് കല്യാണിയാണ് ബലിയിടാനിരിക്കുന്നത്. അവിടെ കിരണുണ്ട്, രതീഷുണ്ട്, കാർത്തികയും കാദംബരിയും ബൈജുവും എല്ലാവരും ഉണ്ട് കേട്ടോ. ആ സമയത്താണ് അപ്പോൾ തിരുമേനി പറയുകയാണ്, മോള് കുടത്തിൽ തൊട്ട് എഴുന്നേറ്റോളൂ, പിന്നെ ഇതെല്ലാം തീർത്ഥം തളിക്കുന്ന സമയത്ത് മക്കളും മരുമക്കളും എല്ലാവരും അടുത്തുണ്ടാവണമെന്ന് പറയുവാണേ. തിരുമേനി എല്ലാവർക്കും തീർത്ഥം തളിക്കുവാണ് കേട്ടോ. എന്ന് വെച്ച് പറയുകയാണ്, കല്യാണിയോട് പറയണ ദർഭ അഴിച്ച് ഇലയിൽ വെച്ചോളൂ എന്ന് പറയുകയാണ്. അപ്പോൾ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് എന്നിട്ട് കല്യാണിയോട് പറയുകയാണ്, കുടം തലയിൽ വെച്ചിട്ട് കടലിലേക്ക് ചെന്ന് നിമജ്ജനം ചെയ്തോളാൻ പറയുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കല്യാണി കുടം എടുക്കുവാണ്. അങ്ങനെ കല്യാണി കടലിൻ്റെ കൂടെ ഇറങ്ങിയിട്ട് നിമജ്ജനം ചെയ്യുവാണ് കേട്ടോ ചെയ്യുന്നത്. അതിനുശേഷം അവൾ അവിടെ നിന്ന് കരയുന്നുണ്ട്. ലക്ഷ്മിയമ്മയും കാർത്തികയൊക്കെ എല്ലാവരും കൈകൂപ്പി നിൽക്കുവാണ് കേട്ടോ. അപ്പോൾ ആ കല്യാണി ഇതെല്ലാം നിമജ്ജനം ചെയ്തിട്ട് കിരണിൻ്റെ അടുത്തോട്ട് വന്നിട്ട് പറയണേ, ആരെ ദ്രോഹിക്കണമെന്ന് ഞാൻ ഇതുവരെയും കിരണിനോട്ടോട് പറഞ്ഞിട്ടില്ല, ഇത്തരത്തിൽ ആർക്കും ഒരു ബുദ്ധിമുട്ട് വരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല, പക്ഷേ അവൻ ഗംഗാപ്രസാദ്, എൻ്റെ അമ്മ ഇന്ന് കടലിൽ ലയിച്ചു പോകാൻ കാരണക്കാരനായ ഗംഗാപ്രസാദ്, അവനെ കൊല്ലണം, തക്കതായ ശിക്ഷ കിട്ടണം, കാരണം ഞാനിന്ന് കർമ്മങ്ങൾ ചെയ്യുന്ന സമയത്ത് അമ്മ എന്നോട് പറയുന്ന പോലെയാണ് എനിക്ക് തോന്നിയെന്ന് കല്യാണി പറയുവാണ്. എല്ലാവരും ഇത് കേട്ട് ബൈജു ആയാലും രതീഷും ആയാലും ഒക്കെ ഇങ്ങനെ നിൽക്കുവാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് ബൈജുവും രതീഷും കിരണും കൂടി പോലീസ് സ്റ്റേഷനിൽ വരുന്നതാണ്. കിരൺ രതീഷിനോടും ബൈജുനായിട്ട് പറയണേ, കല്യാണി അവനെ കൊല്ലണം എന്ന് തന്നെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്, അപ്പോൾ അവന് ഇനി കൊടുക്കേണ്ടതും മരണം തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ അവർ സംസാരിക്കുവാണേ. പറയുവാണേ, അച്ഛന് പരിചയമുള്ള എസ് ഐ ആണ്, എനിക്കും അറിയാവുന്ന എസ് ഐ ആണ്, അതുകൊണ്ട് പോലീസിൽ എന്തെങ്കിലും വിവരം കിട്ടിയാൽ ഉറപ്പായിട്ടും അവരാദ്യം ഞങ്ങളായിരിക്കും അറിയിക്കുന്നത്, അങ്ങനെ അറിവെന്തെങ്കിലും കിട്ടുവാണെങ്കിൽ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് പോലീസ് പിടിക്കുന്നതിന് മുമ്പ് ആ ഏരിയ നമുക്ക് സെർച്ച് ചെയ്ത് കണ്ടെത്തണമെന്നാണ് കിരൺ പറയുന്നത്. എന്തായാലും ഈ നാട്ടിൽ തന്നെ ഉണ്ടാവും, അവൻ ലക്ഷ്മിയമ്മയും കാർത്തികയും എന്തെങ്കിലും ചെയ്യാതെ അവനിവിടുന്ന് പോവില്ല, അത് ഉറപ്പായ കാര്യമാണെന്ന് കിരൺ പറയുകയാണ്. അപ്പോൾ കിരണിനോട് നമ്മുടെ രതീഷ് പറയുകയാണേ, നമ്മൾ എന്തായാലും അവനെ തീർക്കുന്ന കാര്യം ഉറപ്പിച്ചതാണല്ലോ എന്ന് പറയുകയാണേ. രതീഷ് പറയുവാണ്, കിരണെ നമ്മുടെ കല്യാണിയുടെ കണ്ണിൽ നിന്ന് കണ്ണീര് വരുമ്പോൾ അത് സഹിക്കാൻ പറ്റുന്നില്ല, നെഞ്ചു പൊടിഞ്ഞു പോകാമെന്ന് പറയുകയാണേ. അപ്പോൾ ബൈജു പറയാം, അതെ ഇന്ന് നിമജ്ജനം ചെയ്ത സമയത്തും കർമ്മം ചെയ്ത സമയത്ത് കണ്ണിൽ നിന്ന് കണ്ണീരല്ല വന്ന ചോരയാണ്. അപ്പോൾ കിരൺ പറയാം, അതറിയാം ബൈജു, അതുകൊണ്ട് അവനെ തീർത്തിരിക്കുമെന്ന് പറയുവാണേ.
ഒക്കെ പറഞ്ഞിട്ട് കിരൺ നേരെ സ്റ്റേഷനകത്തേക്ക് കയറി പോവുക. പുറത്ത് നിന്നിട്ട് ബൈജു രതീഷിനോട് പറയണേ, കിരണും കല്യാണി നമ്മളെയല്ലേ സഹായിച്ചത്, അതുകൊണ്ട് തീർച്ചയായിട്ടും തിരിച്ച് നമുക്ക് സഹായിക്കണമെന്ന് പറയാണ്. കാരണം കിരണെ കൊണ്ട് ഇത് ചെയ്യിക്കാതെ ഇവർ രണ്ടുപേർക്കും കൂടി ചെയ്യണമെന്നാണ് ഇവരുടെ പ്ലാനിങ്. അപ്പോൾ എസ് ഐയുടെ അടുത്തോട്ട് ക്യാബിലോട്ട് ചെല്ലുമ്പോൾ എസ് ഐ പറയും, ആ കിരൺ സാറോ, ഇരിക്കൂ സാർ എന്ന് പറഞ്ഞിട്ട് കിരൺ ഇരിക്കുവാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ എസ് ഐ പറയും, സാറേ ഞാൻ വിവരങ്ങളൊക്കെ അറിഞ്ഞിരുന്നു, വിഷമമുണ്ട്. പക്ഷേ അപ്പോൾ കിരൺ ചോദിക്കാറില്ല, ഇത്രയും സെക്യൂരിറ്റീസൊക്കെ ഉണ്ടായിട്ട് പോലീസുകാരൊക്കെ ഉണ്ടായിട്ട് എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുവാണേ. സാറേ എത്രയും പെട്ടെന്ന് അവനെ കണ്ടെത്തിയേ പറ്റൂ, അതിന് വേണ്ടിയിട്ട് ഞാൻ പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുകയെന്ന് കിരൺ പോലീസുകാരനോട് പറയുകയാണേ. കിരണിനോട് പോലീസുകാരൻ പറയണേ, അതെ ഞങ്ങൾ കണ്ടെത്തുന്നതിന് മുമ്പ് നീ സാറെങ്ങാനും കണ്ടെത്തിയെന്ന് വെച്ചോ, സാർ അവനെ തീർത്ത് കളഞ്ഞാൽ ഞങ്ങളാരും കേസെടുക്കാൻ പോലും വരില്ല എന്ന് പോലീസുകാരൻ ഉറപ്പ് കൊടുക്കുവാണേ.